ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം കറുത്തവാവിൻ്റെ അന്ന് ചെയ്താൽ കുബേരനും നിങ്ങളുടെ ദാസനാകും. സർവ ശത്രുക്കളും അല്ലെ ശത്രുദോഷങ്ങളും നിങ്ങളുടെ മുന്നിൽ നിന്നും വളരെ പെട്ടെന്ന് അത്ഭുതകരമായിട്ട് ശത്രുദോഷങ്ങൾ ഇല്ലാതാകും. എന്നുവെച്ചാൽ തടസ്സങ്ങൾ, സമയദോഷങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുബേരനും നിങ്ങളുടെ ദാസനാകും. അങ്ങനെയുള്ള ഒരു വിദ്യയാണ്. കറുത്തവാവിനാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം കറുത്തവാവിനുള്ള കാര്യമെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ചെറിയ ഒരു കാര്യമല്ല. ഇത് കളി വേറെയാണ്. എന്നുവെച്ചാൽ നല്ല കാര്യമാണ്, പക്ഷേ ഇച്ചിരി ശക്തി കൂടുതലാണ്. പെട്ടെന്ന് ജ്യോതി മാറ്റം വരുത്തുന്നതാണ്. കറുത്തവാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, പക്ഷെ നല്ല കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇതിനകത്ത് കുറേ രഹസ്യങ്ങളുണ്ട്, കുറേ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ശരിയായിട്ട് മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ എന്നും ഒരു തകർച്ചകളോ മോശമായ ഒരു ആപത്തുകളിൽ പോയി ചാടുകയോ കുടുംബം ക്ഷയിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നും സാമ്പത്തികമായ അഭിവൃദ്ധിയും എല്ലാവർക്കും, കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉയർച്ചയും സർവ്വകാര്യങ്ങളിലും വിജയവും സർവ്വസമ്പത്തും സർവ്വ തടസ്സങ്ങളെയും സർവ്വദോഷങ്ങളെയും നിമിഷ മാത്രയിൽ തന്നെ മാറ്റിത്തരുന്ന ആ പരമേശ്വരനോടുള്ള ഒരു അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ് കറുത്തവാവിൻ്റെ അന്ന് ചെയ്യേണ്ട ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അതിനോടൊപ്പം ഭദ്രകാളിയുടെ ചില കാര്യങ്ങളിലൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്ര പവർഫുള്ളാന്ന് പറയാൻ കാര്യം. ഇത് കൃത്യമായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ ധ്യാനം, യോഗ, മനസ്സ്, ഇതിൻ്റെ ചില രഹസ്യ വിദ്യകൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും മറ്റൊരു വീഡിയോ പറഞ്ഞെന്നിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. അപ്പം വീഡിയോയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. വാട്സപ്പിലെ വർക്കുകൾ പോലും സമയത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത്. അപ്പം വാട്സപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും നല്ല മന്ത്രങ്ങളും ചെല്ലേണ്ട രീതിയും ചെല്ലേണ്ട സമയവും ചെല്ലേണ്ട ക്രമവും ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, എവറിത്തിങ് ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ ഗ്രഹനില, കൈരേഖ, സംഖ്യാജ്യോതിഷം അനുസരിച്ച് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവരുടെയും ചെയ്യാതെ കൊടുക്കാൻ പറ്റത്തില്ല, കുറച്ച് പറ്റുന്ന ആളുകളുടെ മാത്രം ചെയ്യും. പിന്നെ നിങ്ങൾ വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. സാഹചര്യം ഇതാണ്. മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പം ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഓരോ വീഡിയോയിലും പറയുന്നത്. അപ്പം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പം വാട്സപ്പിൽ മാസങ്ങളോളം ബുക്കിംഗ് ആയി കിടക്കുകയാണ്. അതുകൊണ്ട് അത് തന്നെ സമയത്തിന് തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അപ്പം അത് ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ടാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പോലും സാഹചര്യമില്ല. കാരണം ഞാൻ അത്യാവശ്യമായിട്ട് ഓരോ സമയം വെച്ചുള്ള വർക്കുകളാണ്. അത് മാസങ്ങളോളം ബുക്കിംഗ് ആയി കിടക്കുന്നതാണ്. അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ കുറേ മാസങ്ങൾ കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾക്കും കല്യാണം പോലും വന്നാൽ ഞാൻ പോകാറില്ല. കാരണം ഇങ്ങനെ മൊത്തം അത് ഓരോ ദിവസങ്ങൾ ബുക്കഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ടാണ് നേരിട്ട് വരരുതെന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ സാഹചര്യം മനസ്സിലാക്കുക. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് എൻ്റെ ഭഗവാൻ തന്ന അനുഗ്രഹത്തിൻ്റെ അറിവിൻ്റെ അത് ഒരു പങ്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ശിവശിവ എങ്കില തീവണയാളർ, ശിവശിവ എൻറിട തീവണയമാലും, ശിവശിവ എൻറിട തേവരും അവർ, ശിവശിവ എന്ന ശിവഗതി താനെ. ഓം നമ ശിവായ. എനിക്ക് ഭഗവാനോടുള്ള ആ നിഷ്കളങ്കമായ ഭക്തി കൊണ്ടായിരിക്കാം എനിക്ക് ഈ ഭഗവാന് തുമ്പപ്പൂ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സമർപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതും ഇഷ്ടം പോലെ തുമ്പപ്പൂ. അപ്പോൾ എനിക്ക് വേണ്ടി ആ മാല കെട്ടുന്ന ഒരു അമ്മ അത് പറിച്ചുകൊണ്ട് വരും. അവരത് വേണ്ടി തുമ്പ വളർത്തുന്നുണ്ട്. അതെനിക്ക് ഭഗവാൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എല്ലാത്തിനും നന്ദി, എല്ലാവരോടും നന്ദി, ഈശ്വരനോടും നന്ദി. ഇനിയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സശ്രദ്ധം കേൾക്കുക, മനസ്സിലാക്കുക, ചെയ്യുക. നിങ്ങളിതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കണം. എൻ്റെ ഈ 1000 മേൽ വീഡിയോയിലെ കാര്യങ്ങൾ ഒരു ബുക്കിനകത്ത് നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ, അല്ല 1, 2, 3, 4 ബുക്കൊക്കെ വരും, 4 ബുക്കൊക്കെ കഴിഞ്ഞവരുണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു പ്രശ്നത്തിനും അതിൽ പരിഹാരം ഉണ്ട്.
നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ല കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ കുടുംബ പരമ്പരയായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താം. എല്ലാ ശിവവിദ്യകളും ഭദ്രകാളിയുടെ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ആവശ്യമുണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെ എന്നോട് ചോദിക്കുക, ഇന്ന കാര്യം ഇന്ന ഒരു വീഡിയോയിൽ പറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം 1000 മേൽ വീഡിയോ ഉണ്ട്. ഞാനതൊന്നും മനസ്സിൽ ഏത് വീഡിയോയിലാണെന്ന് ഓർത്ത് നടക്കാറില്ല. പിന്നെ അതുപോലെ എനിക്ക് പറയാൻ ചിലപ്പോൾ സമയവും കാണത്തില്ല. മറ്റു പല പിന്നെ നോക്കുന്നതിന് പുറകെ ആയിരിക്കും ഞാൻ. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോയും അപ്ഡേറ്റായിട്ട് എഴുതി വെക്കുക. ഈ പറയുന്ന വിദ്യകളൊന്നും ഒരിക്കലും ഒരിടത്തും ആരും പറഞ്ഞുതരാത്ത കാര്യങ്ങളാണ്. കേട്ട് കേൾവി പോലും ഇല്ലാത്ത ശിവവിദ്യകളായി പറഞ്ഞുതരുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എനിക്ക് വേറൊന്നും പറയാനില്ല. ശിവഭഗവാന്റെ പാദം തന്നെ സ്മരിക്കുന്നു. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. കറുത്തവാവിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് 6:30 ഇത് ചെയ്യണം. കാരണം സൂര്യോദയത്തിനോടടുത്ത് ചെയ്യാണ്. സൂര്യോദയത്തിന് മുമ്പ് ചെയ്യരുത്. ഒരു ശരാശരി ഒരു 6:30 പിടിച്ചു. സൂര്യൻ ഉദിക്കുന്നത് അല്ലെ സൂര്യോദയം 6:30 ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. നിങ്ങൾ കുളി കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞു ഒന്ന് കയ്യും കാലും മുഖവും നനച്ചിട്ട്, പേരിന് നനച്ചാൽ മതി, കയ്യും കാലും മുഖവും ഒന്ന് നനച്ചിട്ട് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളി കഴിഞ്ഞാൽ ഉടനെ ചെയ്യണം. ആകാശത്തേക്കൊന്ന് നോക്കി ഞാനീ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കണം. ഈശ്വര, പരമേശ്വര, ഇങ്ങനെ തന്നെ വിളിക്കണം. ഈശ്വര, പരമേശ്വര, എൻ്റെ കുടുംബത്തിൽ പഞ്ചഭൂതങ്ങളാലും മരണപ്പെട്ട എല്ലാ അച്ഛൻ വഴി അമ്മ വഴിയുമുള്ള എല്ലാ പിതൃക്കൾക്കും ഈശ്വര അവിടുന്ന് നിത്യശാന്തി നൽകണേ. അവിടുത്തെ സൂക്ഷ്മ ശക്തിയാൽ അവരെല്ലാം ആ ഈശ്വരീയമായ അനുഗ്രഹത്തിലേക്ക് വരാനും അവർക്കെല്ലാം ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും ഈശ്വര അവരെല്ലാം കരുണ കാട്ടണേ, അവരെ അനുഗ്രഹിക്കണേ പരമേശ്വര. അവർക്ക് വേണ്ടി സന്തോഷത്തോടെ ശുദ്ധമായ മനസ്സോടുകൂടി ഈശ്വരനോട് ഞാൻ അപേക്ഷിക്കുന്നു. ഈശ്വര, പരമേശ്വര. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഇത്രയും പ്രാർത്ഥിക്കുക. ആ വിളി ഈശ്വരൻ കേൾക്കും. അപ്പം ഈശ്വര, പരമേശ്വര, ദ അൾട്ടിമേറ്റ്, ഇത് ചെറുതായിട്ടുള്ള ഈശ്വരനെ വിളിക്കുന്നത്. ഇത്രയും പ്രാർത്ഥിക്കുക. ഇത് കറുത്തവാവിൻ്റെ അന്ന് രാവിലെ ഒരു 6:30 ചെയ്യണം, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ്. അതിനുശേഷം നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളി അമ്മയ്ക്ക് കടുംബായുസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമാധാനവും സമ്പത്തും എല്ലാം എൻ്റെ കുടുംബത്തിന് നൽകണമെന്ന് കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഭദ്രകാളിക്ക് ഒരു ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക. അതിനുശേഷം ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് മനസ്സുകൊണ്ട് ഭദ്രകാളിയോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ കുടുംബത്തിന് എല്ലാ അനുഗ്രഹങ്ങളും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നൽകണേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതിനുശേഷം കുളമുള്ള ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ അവിടെ മലരുകൊണ്ട് മീനോട്ടൂടെ നടത്തുക. ഇത്രയും കാര്യം ചെയ്യുക. തീർന്നില്ല. ഇതിൻ്റെയൊക്കെ പുറകെ ചില കാര്യങ്ങളുണ്ട്, അതുകൂടെ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. എന്തുകൊണ്ടാണ് കൈയും കാലും മുഖവും ഒന്നുകൂടെ നനയ്ക്കണമെന്ന് പറഞ്ഞത് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനിയും ഇത് ചെയ്യുന്നതോടൊപ്പം ഇനി ആ ശരിക്കുമുള്ള കളി കിടക്കുന്ന ശരിക്കുമുള്ള സംഭവം കിടക്കുന്ന ഇനിയുമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നിങ്ങളുടെ അടുത്ത രക്തബന്ധത്തിൽ അച്ഛൻ വഴിയോ അമ്മ വഴിയോ എന്ന് പറയുമ്പം ഇപ്പം നിങ്ങളുടെ സഹോദരന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത അച്ഛൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ സഹോദരന്മാർ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരി അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി, ഇങ്ങനെ ഏറ്റവും അടുത്ത രക്തബന്ധം മാത്രം എടുക്കുക. അതിൻ്റെ അകത്ത് ഏറ്റവും അവസാനം മരണപ്പെട്ട ഒരാൾ കാണുമല്ലോ, ആ ആളുടെ മരിച്ച മാസവും മരിച്ച നക്ഷത്രവും എടുക്കുക. ശ്രദ്ധിച്ച് കേട്ടോണം. ആളുടെ പേരും മരിച്ച മാസവും മരിച്ച നക്ഷത്രവും എടുക്കുക. എടുത്തിട്ട് നിങ്ങൾ ആ മരിച്ച മാസം മരിച്ച നക്ഷത്രം വരുന്ന ദിവസം, അത് വർഷത്തിൽ ഒരു പ്രാവശ്യം വരത്തുള്ളൂ, അന്ന് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അഥവാ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ സായുജ്യ പൂജ ചെയ്യണം. മരിച്ച നാളും മരിച്ച ആളുടെ പേരും ആ മരിച്ച മാസം മരിച്ച നാൾ വരുന്ന ദിവസം ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ മരിച്ച നാളെ എടുക്കത്തുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരും ആ മരിച്ച മാസം മരിച്ച നാൾ വരുന്ന ദിവസം തന്നെ ചെയ്യണം സായുജ്യ പൂജ. അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യണം. തീർന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. ഞാനതാ പറയാം, അത്തരം വിദ്യകളാണ് പറഞ്ഞു തരുന്നത്. കൃത്യമാണ് ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യണം. അതിലും കാര്യമുണ്ട്. അതുകൂടാതെ അന്ന് തന്നെ
നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളപ്പോൾ ഒരാഴ്ച മുമ്പേ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ മതി. സാധിക്കുന്നവർ ചെയ്യുക. ഇതോടൊപ്പം ഇതിനോട് കൂടി ചെയ്യേണ്ട തിരുനെല്ലി ടെമ്പിൾ എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ അവിടുത്തെ നമ്പർ കിട്ടും. ആ നമ്പറിൽ വിളിച്ച് ഒരാഴ്ച മുമ്പേ ആ മരിച്ച മാസം മരിച്ച നക്ഷത്രം വരുന്നതെന്ന് അവിടെ സായുജ്യ പൂജ ചെയ്യത്തക്ക രീതിയിൽ ബുക്ക് ചെയ്യുക. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി, അവർ ചെയ്തോളൂ. അതും കൂടി ചെയ്യുക. അപ്പോൾ ആ മരിച്ച മാസം വരുന്ന മരിച്ച നക്ഷത്രം വരുന്ന ദിവസം 2 സായുജ്യ പൂജ ചെയ്യണം. ഒന്ന് അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലും മറ്റേത് തിരുനെല്ലിയിലും. ചെറിയ കളിയല്ലത്, ചെറിയ കാര്യമല്ലത് കേട്ടോ, ഇത് വലിയ കാര്യമാണ്. അപ്പം ഇങ്ങനെ നിങ്ങളത് ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അന്നു മുതൽ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായാൽ സർവ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളും ഉണ്ടാകും. സമ്പത്തിൻ്റെ അധിപനായ കുബേരൻ പോലും നിങ്ങളുടെ ദാസനാകും. അതിൻ്റെ അപ്പുറമൊന്നുമില്ല. അതുപോലെ 1000 ഹോമങ്ങൾ ചെയ്താലും എത്ര കാര്യങ്ങൾ ചെയ്താലും നടക്കാത്ത കാര്യങ്ങൾ പിതൃപ്രീതി ഉണ്ടായാൽ നടക്കും. ഏറ്റവും വലിയ കാര്യമാണ് പിതൃപ്രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പ്രാർത്ഥന അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ അന്ന് രാവിലെ. അതെല്ലാ മാസവും കർത്താവിൻ്റെ അന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ പ്രാർത്ഥന ചെയ്യണം. രാവിലെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട, അത് കഴിഞ്ഞാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അത് ചെയ്യേണ്ടത്. ഈ സായുജ്യ പൂജ വർഷത്തിലൊന്ന് ചെയ്താൽ മതി. അവസാനം മരിച്ച ആളുടെ മരിച്ച മാസം നക്ഷത്രം വരുന്ന ദിവസം. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. എത്ര ദാരിദ്ര്യവും എത്ര കഷ്ടകാലവും ഇപ്പം മക്കളാണേലും വഴക്കെ കേസൊക്കെ അകപ്പെട്ടല്ലേ, മറ്റു മദ്യം ലഹരി അതിൻ്റെയൊക്കെ പുറകെ പോയി ഒന്നും പോകത്തില്ല. ഏറ്റവും നല്ല രീതിയിൽ വരും. ഏറ്റവും നല്ല അനുഭവങ്ങൾ മാത്രം ഉണ്ടാകും. ജീവിതത്തിൽ ഇതുപോലെ മാറ്റം വരുത്തുന്ന ഒരു കാര്യം വളരെ അപൂർവമാണ്. അത്ര ശക്തിയുള്ളൊരു കാര്യമാണ്. ഇനിയും ഇതിൻ്റെ ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രാവിലെ കറുത്തവാവിൻ്റെ അന്നുള്ള പിതൃക്കൾക്കുള്ള പ്രാർത്ഥന, അത് മാസത്തിലാണെങ്കിൽ പോലും എല്ലാ മാസവും കറുത്തവാവുണ്ട്, അത് ബലം കാണും കേട്ടോ. 2, ഈ കുളി കഴിഞ്ഞാൽ പോലും കയ്യും കാലും മുഖവും നനയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, അപ്പം നമുക്കൊരു ഉണർവുണ്ടാകും. മനസ്സ് ആ നിമിഷത്തിലേക്ക് വരും. അതിനു വേണ്ടിയാണ് മനസ്സ് ആ നിമിഷത്തിലേക്ക് വരും, പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും. അതിനു വേണ്ടിയാണ്. ഇനി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയ കാര്യം ചെയ്യാൻ പറഞ്ഞത്, ഭദ്രകാളിയമ്മ പെട്ടെന്ന് അനുഗ്രഹിക്കും. ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടായാൽ ഏത് കാര്യത്തിനും നിവൃത്തി ഉണ്ടാകും. ഇനി സായുജ്യ പൂജ അടുത്തുള്ള ക്ഷേത്രത്തിലും ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ എന്തൊക്കെ വഴിപാട് ചെയ്താലും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മളുടെ അടുത്തുള്ള ദേശത്തിൻ്റെ ദേവതയെ മറന്നിട്ടൊന്നും ചെയ്യരുതേ. ആദ്യം ആ ദേശദേവതയ്ക്ക് ചെയ്തിട്ടേ നമ്മൾ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. പിന്നെ തിരുനെല്ലി ചെയ്യാൻ എന്തുകൊണ്ട് പറഞ്ഞു? അതൊരു വിശേഷപ്പെട്ട പുണ്യ സങ്കേതമാണ്. അവിടെ പിതൃപ്രീതിക്ക് വേണ്ടി എന്തു ചെയ്താലും അതിനപ്പുറത്ത് യാതൊന്നുമില്ല. അത് മതി. അവിടെ പൂർണ്ണമായി സമ്പൂർണമായി ഭഗവാന്റെ പാദം തന്നെയാണ് തിരുനെല്ലിയിൽ. ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദം തന്നെയാണ്. അപ്പോൾ അവിടെ പിതൃപ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇല്ലം വല്ലം നെല്ലി എന്നാണ് പറയുന്നത്. അതിൽ നെല്ലിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, തിരുനെല്ലിയെക്കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് മതി, കൂടുതലൊന്നും വേണ്ട. അതാണ് അറിയേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനിയും പറയാൻ പോകുന്നത് മനസ്സിൻ്റെ ചില രഹസ്യങ്ങളും മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഒക്കെയാണ്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം ലഭിക്കുക. അതുകൊണ്ട് അത് കേൾക്കുക, മുഴുവൻ കേൾക്കുക. അതായത് നമുക്ക് ഏതൊരു കാര്യം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ മനസ്സ് ഫോക്കസ് ആകണം, ഏകാഗ്രമാകണം. അപ്പം മുഴുവൻ കേൾക്കണം കേട്ടോ. അപ്പം മനസ്സ് ഏകാഗ്രമായാൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിലും വിജയം അല്ലെ ഒരു ഫലപ്രാപ്തി ഉണ്ടാകാൻ അത് എളുപ്പമാണ്. മനസ്സ് ഏകാഗ്രമാകുക എന്ന് വെച്ചാൽ അത് അത്ര ചെറിയ കാര്യമല്ല. നമ്മളെ എല്ലാവരും പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനസ്സ് ഏകാഗ്രമാകുന്നതിനെക്കുറിച്ച് ശരിയായിട്ട് അങ്ങനെ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. മനസ്സ് ഏകാഗ്രമാകുന്നതിന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്ത് നോക്കുക. 100% ഫലം ഉണ്ടാകും. അങ്ങനെ മന്ത്രം ചൊല്ലിയാലും ഫലം ഉണ്ടാകും. മന്ത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞുതരാം. എന്നിട്ട് മന്ത്രത്തിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. അപ്പോൾ
ഇനി അത് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ഒരു ഉദാഹരണം പറയുമ്പോഴത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളിപ്പം സൂചിയിൽ നൂല് കോർക്കുന്നു. അത് നിങ്ങൾക്ക് തോന്നും ചെറിയൊരു കാര്യമാണ്, പക്ഷേ അവിടെ നല്ല ഏകാഗ്രത വേണം. ചെറിയ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും മനസ്സിൻ്റെ നല്ല ഏകാഗ്രത ഉണ്ടെങ്കിലേ ആ സൂചിയിൽ നൂല് കോർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിൻ്റെ ഏകാഗ്രത എത്രമാത്രം ഒരു പ്രവൃത്തിക്ക് വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ചിന്തിക്കുന്നവർക്ക്. അപ്പോൾ നിസ്സാരം ഒരു സൂചിയിൽ നൂല് കോർക്കാൻ പോലും മനസ്സ് എത്രമാത്രം ഏകാഗ്രമാകുമ്പോഴാണ് അത് ശരിയായിട്ട് പറ്റുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും ഈ മനസ്സ് നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ പുറകെ, കേൾക്കുന്ന കാര്യങ്ങളുടെ പുറകെ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുടെ പുറകെ എപ്പോഴും മനസ്സ് വികേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക. പല കാര്യങ്ങളുടെ പുറകെ ഈ ഏകാഗ്രമാകേണ്ട മനസ്സ് പല കാര്യങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഏകാഗ്രത നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമുക്കൊരു വഴിപാട് ചെയ്താലും, ഒരു മന്ത്രം ചെയ്താലും, ഒരു തൊഴിൽ ചെയ്താലും കൃത്യം ഫലം കിട്ടാത്തതിൻ്റെ കാര്യം മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ്. മാത്രമല്ല, മനസ്സിന് ഈ ഏകാഗ്രത ഇല്ലാത്തത് മനസ്സിനെ വലിയ ഒരു ദുഃഖത്തിലേക്ക് നയിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിരിക്കുമ്പോൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു സമയം മിക്കവാറും നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം കാണുന്നു, അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുന്നു, നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഒരു സമയം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് മിക്കവാറും ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയും ഇത് ഒരു സമയം ഇപ്പം നമ്മൾ ഒരു കാര്യമാണ് കാണുന്നത്, ഇപ്പോൾ ഒരു സിനിമയാണ് നമ്മൾ കാണുന്നത്, ആ സിനിമയിലെ ഡയലോഗ് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്, ആ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരു കാര്യം തന്നെ ഒരു സമയം കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നൊരു മനസ്സിനൊരു സുഖമുണ്ടാകും. അത് ഏകാഗ്രത ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സിനിമയിൽ നമ്മൾ ലയിച്ചിരിക്കുന്നത്. നേരെ തിരിച്ചു പറയാം, നമ്മൾ ഒരു സമയം നമ്മളിരിക്കുമ്പോൾ നമുക്കൊരു ജീവിതത്തിൽ ഒരു നഷ്ടം വന്നു, അല്ലെങ്കിൽ ഒരു പൈസ നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഒരു സമയം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം പൈസ നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ചിന്ത ആദ്യം ഉണ്ടാകും. അത് ഈ നിമിഷമാണ്, ഇപ്പോഴത്തെ കാര്യമാണ്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിനെ പഴയ കാലത്തേക്ക് വിടും. ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പൈസ നഷ്ടപ്പെടത്തില്ലായിരുന്നല്ലോ. അത് പഴയ കാലത്തേക്ക് മനസ്സേ വിടും, പുറകോട്ട് വിടും. പിന്നെ ചിന്തിക്കുന്നത് ഇത് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന കാര്യം കിട്ടിയേ ഉള്ളൂ, ഭാവിയിലേക്ക് വിടും. ഒരേ സമയം മനസ്സിനെ ഈ പ്രസൻറ്റ് കാലത്തിലേക്കും പാസ്റ്റ് കാലത്തിലേക്കും പഴയ കാലത്തിലേക്കും ഫ്യൂച്ചർ കാലത്തിലേക്കും ഒരേ സമയം മനസ്സിനെ ഇങ്ങനെ സഞ്ചരിപ്പിക്കും. അങ്ങനെ സഞ്ചരിപ്പിക്കുമ്പോഴാണ് മനസ്സിന് വല്ലാത്ത ഒരു ഇറിറ്റേഷൻ, ഒരു വിഷമം, മനസ്സിനൊരു വല്ലാത്ത ഒരു മാനസിക വിഷമം ഉണ്ടാകുന്നത്. ഈ മനസ്സിനെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾ ഒരു സമയം കഴിഞ്ഞ കാലത്തിലേക്കും പോകും, ഇപ്പോഴത്തെ കാര്യത്തിലേക്കും വരും, ഭാവിയിലേക്കും പോകും. ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല, മനസ്സിൻ്റെ കഴിവുകൾ നഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് നമുക്കൊരു വല്ലാത്ത ഒരു വിഷമം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ പഴയ കാലത്തേക്ക് പോയി ഒരുപാട് ചിന്തിക്കുന്നതിലോ, അത് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലുള്ള അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലോ, ഇങ്ങനെ മൂന്ന് കാലങ്ങളിലേക്ക് ഒരേ സമയം ചിന്തിക്കുന്നതിൽ ഒരു കാര്യമില്ല. ജസ്റ്റ് ചിന്തിക്കുക. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ കാര്യം നഷ്ടപ്പെട്ടു എന്നുള്ളത് അത് നമ്മൾ റിയലൈസ് ചെയ്യുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് വേണ്ട കാര്യം പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം മനസ്സിനെ ഏകാഗ്രത നഷ്ടപ്പെടുന്നത് കൊണ്ട്, ഇങ്ങനെ ആവശ്യമില്ലാതെ മനസ്സിനെ പല പഴയ കാലത്തിലേക്കും ഭാവിയിലേക്കും ഒക്കെ പായിക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ ശക്തിയാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു മനസ്സുകൊണ്ട് ഒരു ക്ഷേത്രത്തിന് നടയിൽ പോയെന്നും ഒരു വഴിപാട് ചെയ്താലോ ഒരു പ്രാർത്ഥന ചെയ്താലോ എത്രമാത്രം ഏകാഗ്രമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണ് ബലം കിട്ടാത്തത്. നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിൽ, ഇപ്പം നിങ്ങൾ വഴിപാട് ചെയ്യാൻ അമ്പലത്തിൽ ചെല്ലുന്നു, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാര്യം, നിങ്ങൾ കാണുന്നത് ആ ദേവതയെ, നിങ്ങൾ കേൾക്കുന്നത് ആ ദേവതയുടെ മന്ത്രങ്ങൾ, അല്ലെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ ചിന്ത ആ ദേവത മാത്രം. ഇതെല്ലാം ഒരു ദേവതയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന ഫലം കാണുന്നത്. അവിടെ ഒരു ഏകാഗ്രത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നിങ്ങളൊരു വഴിപാട് ചെയ്ത് നോക്കി, ഒരു പ്രാർത്ഥന ചെയ്ത് നോക്കി, ഫലം ഉണ്ടാകും. നമ്മൾ ഈ കഴിഞ്ഞ കാലത്തെ കാര്യം ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ
ഇനി അങ്ങനെ ഒരു സമയം വരത്തില്ല. ആ സമയം കടന്നുപോയി. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിനെ വല്ലാത്ത ഒരു വേദന ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഒരു രഹസ്യവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു സമയം ഒരു കാര്യം ചെയ്യുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മാത്രം ചെയ്യുക, ധ്യാനിക്കുമ്പോൾ ധ്യാനം മാത്രം ചെയ്യുക, തൊഴിൽ ചെയ്യുമ്പോൾ തൊഴിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പം മറ്റു കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. അതാണ് ഏറ്റവും മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള രഹസ്യം. അപ്പം അതിന് മറ്റൊരു വിദ്യയും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാര്യം തന്നെ കൂടുതലായിട്ട് ചെയ്യുക. ഇപ്പം ശിവായ നമ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പം മനസ്സ് വേറെ ചിന്തയിലേക്ക് പോകത്തില്ല. ആ ഒരൊറ്റ ചിന്തയിലേക്ക് വന്നു കഴിയുമ്പോൾ മനസ്സ് ഏകാഗ്രമാകും. അങ്ങനെ ആ ഏകാഗ്രമായ മനസ്സുകൊണ്ട് നിങ്ങൾ ഏത് കാര്യം ചിന്തിച്ചാലും ഏത് കാര്യം പ്രവർത്തിച്ചാലും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് മന്ത്രങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ബലം അതാണ്. അതുകൊണ്ട് അതുതന്നെയാണ് ഉപാസനയുടെ ശക്തി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പോരായ്മ അറിയുമ്പോഴാണ് നിങ്ങൾ മാറുന്നത്. നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ജീവിതം മാറാനുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കുക. മാറാനുള്ളതാ ജീവിതം. നല്ല രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം. ആ ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അറിയണം, അത് ചെയ്യണം. ചെയ്യുമ്പോഴേ അത് ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ബലമാറ്റുള്ളൂ. അപ്പോൾ മനസ്സിനെ നിങ്ങൾ ഇതുപോലെ ഒരു മന്ത്രം തന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ, റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊന്നും ജപിക്കരുത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുക, വേറെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മന്ത്രം തന്നെ ആവർത്തിച്ചാൽ ഏകാഗ്രത കൂടി വരും, മനസ്സിൻ്റെ ഫോക്കസിങ് കൂടി വരും. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാൻ പറ്റും. അതാണ് ഉപാസനയുടെ രഹസ്യം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുന്നതിന് മുമ്പും ഒക്കെ ആ ഒരു മന്ത്രം ജപിച്ചാൽ ആ മന്ത്രബോധം നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന ആഹാരത്തോടൊപ്പം മന്ത്രബോധവും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തും പെട്ടെന്ന്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ അന്നപാനാദികൾക്കൊപ്പം മന്ത്രങ്ങൾ നമ്മൾ പ്രാർത്ഥന നടത്തിയിട്ട് ആഹാരം കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. ആ ഈശ്വര ചിന്ത ആ ഭക്ഷണത്തോടൊപ്പം നമ്മുടെ ഉള്ളിൽ ഈശ്വര ബോധം ഉണ്ടായി വരും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാത്രമാണ്, വെളിയിൽ നിന്നല്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അതുണ്ടാകാനുള്ള വിദ്യയാണ് പറഞ്ഞു തന്നത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. അപ്പോൾ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം നടന്നു പോയെങ്കിൽ ആ നിമിഷം എപ്പോഴേ കടന്നുപോയി. ഇനി ആ നിമിഷം ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു വരത്തില്ല. പിന്നെ അതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അത് വിട്ടേക്കുക. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഒരു സമയം പ്രാർത്ഥന ചെയ്യുമ്പം പ്രാർത്ഥന മാത്രം ചെയ്യുക, വേറെ ചിന്ത പാടില്ല. വഴിപാട് ചെയ്യുമ്പോൾ വഴിപാട് മാത്രം ചെയ്യുക. ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ധ്യാനം മാത്രം ചെയ്യുക. ജോലി ചെയ്യുമ്പോൾ ജോലി മാത്രം ചെയ്യുക. ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. പിന്നെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ റിപ്പീറ്റായിട്ട് ചെയ്യുക. പിന്നെ ഈ ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോൾ നമ്മൾ കൈയും കാലും ഒക്കെ മുഖവും കഴുകിയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ കൈയും കാലും മുഖവും കഴിയുമ്പോൾ നമുക്കൊരു ഉണർവുണ്ടാകും. ഉണർവുണ്ടാകുമ്പോൾ നമ്മൾ ആ നിമിഷത്തിലേക്ക് വരും, ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും. അപ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചുകൂടി ഫോക്കസ് ആകും. അതിനു വേണ്ടിയാണ്. അതുപോലെ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ മണിയടി ശബ്ദം, മണിയടിക്കുന്നതിൻ്റെ ഒരു വശമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എത്ര ചിന്തിച്ചിരിക്കുന്നവനും പെട്ടെന്ന് മണിയടി കേൾക്കുമ്പം ആ നിമിഷത്തിലേക്ക് വരും. അപ്പം മനസ്സ് ആ നിമിഷം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു വശം. പിന്നെ മറ്റു പല പൂജയുടെ കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അത് വേറെ താന്ത്രിക വശങ്ങൾ. ഞാൻ അതിൻ്റെ ഒരു പ്രായോഗിക ഒരു വശമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിലെ ആ നിമിഷത്തെ ഉണർത്താൻ മണിശബ്ദത്തിന് പറ്റും. അതിനാണ്, അല്ലാതെ ദേവനെ ഉണർത്താനല്ല മണിയടിക്കുന്നത്. അവിടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പം. ഇങ്ങനെ പല കാര്യം മനസ്സിൽ വെച്ച് ദേവനെ എന്നാ ഉണർത്താനാണ്? പ്രപഞ്ചബോധത്തെ, ഈശ്വരനെ നമ്മൾ വിചാരിച്ച് ഉണർത്താതിരിക്കാനും പറ്റുമോ? നമ്മളെ ഉണർത്താനാ, നമ്മുടെ ഉള്ളിലുള്ള ബോധത്തെ ഉണർത്താനാ, നമ്മുടെ ഉള്ളിലെ ചിന്തകളെ ഇല്ലാതാക്കാനാ. നമ്മളിപ്പം ഏതെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മണിയടി ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ചിന്ത കട്ടായിട്ട് ആ നിമിഷത്തിലേക്ക് വരും. നമ്മളെ ഉണർത്താനാ, നമ്മളിലുള്ളിലുള്ള ബോധത്തെ ഉണർത്താനാ, നമ്മളിലുള്ള ശ്രദ്ധയെ ഉണർത്താനാ മണിയടിക്കുന്നത്. അല്ലാതെ ദേവനെ ഉണർത്താൻ പറ്റുമോ? അല്ല ദേവനെ ഉണർത്താതിരിക്കാൻ പറ്റുമോ? അത് നമ്മുടെ കയ്യിരിക്കുന്ന കാര്യമാണ്. ഇനിയും ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്.
ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, നമ്മൾ തൊഴുന്നു, നമ്മുടെ വിചാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ദേവനെ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബലം ഉണ്ടല്ലോ, നമ്മളങ്ങനെ വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാലുണ്ട്. അത് ശങ്കരാചാര്യൻ അല്ലെങ്കിൽ വില്വമംഗലം സ്വാമിയാർ ഇങ്ങനെയുള്ളവർ അവരെ മനസ്സിനെ ധ്യാനത്തിലൂടെ തപസ്സിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കി അവർക്ക് ഈ സൂക്ഷ്മ ശക്തികളെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. സൂക്ഷ്മ ശക്തികളെ കാണാൻ ഈ രണ്ട് കണ്ണുകൾക്കും ഉള്ളിലെ ഒരു ആജ്ഞാചക്രം ആക്റ്റീവ് ആകുമ്പോൾ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള നമുക്ക് വിഷൻ കിട്ടും. അപ്പോഴാണ് നമുക്ക് സൂക്ഷ്മ ശക്തികളെ അറിയാനും ഗ്രഹിക്കാനും കാണാനും പറ്റുന്നത്. അപ്പം അവർക്ക് അങ്ങനെയുള്ള ഈ മനസ്സിനെ ഏകാഗ്രമായിട്ടുള്ള തപസ്സിലൂടെ അത്തരം പുണ്യാത്മാക്കൾക്ക് ആ കഴിവുകളുണ്ടായിരുന്നു. ഇപ്പം അമ്പലപ്പുഴ വില്വമംഗലം സ്വാമിയാർ ഭഗവാനെ കണ്ടപ്പം വാസുദേവ എന്ന് ഉറക്കം വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആ ക്ഷേത്രത്തിൽ ഇന്നും ആ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ അത് പറയുന്ന കാര്യമാണ്. അപ്പോൾ ആ വില്വമംഗലം സ്വാമിയാർ ഭഗവാനെ കാണാൻ ശക്തിയുള്ള ആളായിരുന്നു. അപ്പം അങ്ങനെ സൂക്ഷ്മരൂപികളെ കാണാൻ ഇതുപോലെയുള്ള ഏകാഗ്രമായ മനസ്സും തപസ്സും ഉള്ളവർക്ക് സാധിക്കുമായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഉള്ളവർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. വളരെ ഉണ്ടെങ്കിൽ തന്നെ അപൂർവമാണ്. അപ്പം അങ്ങനെ കണ്ട വ്യക്തികൾ, സൂക്ഷ്മശക്തികളെ അറിഞ്ഞ പുണ്യാത്മാക്കൾ ആണ് ക്ഷേത്രം എങ്ങനെ വേണം, ക്ഷേത്രത്തിലെ ആചാരങ്ങൾ എങ്ങനെ വേണം, ഉത്സവം എങ്ങനെ വേണം, പൂജ എത്ര നേരം വേണം, എങ്ങനെ പൂജ ചെയ്യണം, നമ്മുടെ ശരീരത്തിലെ നമ്മുടെ തന്നെ ആ കുണ്ടലിനെ ഉണർത്തി ആ താന്ത്രികമായ വിധികളിലൂടെ ആ ദേവതയെ എങ്ങനെ പൂജിക്കണം, ഇതൊക്കെ അത്തരത്തിലുള്ള പുണ്യാത്മാക്കളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വിചാരിക്കുക, ഇതൊക്കെ ഏറ്റവും ശക്തിയുള്ള കാര്യങ്ങളാണ്. അവിടെ സൂക്ഷ്മശക്തി ഉണ്ട്, അവിടെ ശിവനുണ്ട്, അല്ലെങ്കിൽ അവിടെ വിഷ്ണു ഉണ്ട്, അല്ലെങ്കിൽ ഭദ്രകാളിയുണ്ട്, എല്ലാം ഉള്ളത് തന്നെയാണ്. നമ്മുടെ മനസ്സ് ഏകാഗ്രമല്ലാത്തതുകൊണ്ടും നമുക്ക് വലിയ തപസ്സില്ലാത്തതുകൊണ്ടും നമുക്ക് ആ പുണ്യാത്മാക്കളെ പോലുള്ള കർമ്മപുണ്യം ഇല്ലാത്തതുകൊണ്ടുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കാത്തത്. പക്ഷെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം നടന്നു കിട്ടുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ അനുഭവിക്കുന്നവരാണ് പിന്നെ ആ ഭക്തിയോടുകൂടി ദിവസവും വന്ന് ദേവിയെ വണങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങൾ, കാര്യങ്ങൾ അതൊക്കെ ഏറ്റവും പരിപാവനമായ പുണ്യസങ്കേതങ്ങളാണ് എന്നെപ്പോഴും ഓർത്തോളുക. ഏതൊരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴും ഞാനീ പറയുന്ന വരികൾ ഓർത്തോളുക. അവിടെ ഈശ്വരനുണ്ട്, അവിടെ എല്ലാമുണ്ട്. അത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിന് അപാരമായ തപസ്സും കർമ്മപുണ്യവും ജന്മജന്മാന്തര പുണ്യവും മനസ്സിൻ്റെ ഏകാഗ്രതയും വലിയ ഒരു കർമ്മപുണ്യങ്ങളും മുൻജന്മ പുണ്യമൊക്കെ വേണ്ടി വരും. അതിപ്പോൾ സാധാരണ ആളുകൾക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമുക്ക് അനുഭവിക്കാം. ഭക്തി കൊണ്ട്, സമർപ്പണം കൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹത്തെ അനുഭവിക്കാം. അപ്പം ഇതെല്ലാം മഹത്തരമായ കാര്യങ്ങളാണ്. ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും, നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാണ് അവർ പറഞ്ഞു തരാത്തത്. കാരണം അത് കണ്ടെത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം നമുക്ക് ബാക്കി അതിനെക്കുറിച്ച് അറിയത്തില്ല. അത് ബാക്കി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഋഷീശ്വരന്മാർ ബാക്കി പറയാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ചാണ് എല്ലാ കാര്യങ്ങളും നമുക്കറിയത്തില്ല, അതിൻ്റെ ചിട്ടകളെ കാര്യങ്ങളൊക്കെ. പക്ഷെ കുറച്ചൊക്കെ നമുക്കറിയാം. ബാക്കി നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അനുഭവത്തിലൂടെ ആ യഥാർത്ഥ ഈശ്വരാനുഭവം ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് ക്രിയാകുണ്ടലിനി പ്രാണായാമം നൽകിയപ്പോൾ അതിങ്ങനെ ചെയ്യുക, ഇങ്ങനെ സങ്കല്പിക്കുക എന്ന് പറഞ്ഞു തന്നു. അത് മൊത്തം പറയത്തില്ല, ഏകദേശം ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ അരഭാഗം പറഞ്ഞു തരും. ബാക്കി സ്വയം ഞാൻ കണ്ടെത്തുമ്പോഴാണ് എനിക്കതിൽ അറിവുണ്ടാകുന്നത്, ഞാനതിനെ അനുഭവിക്കുന്നത്. അതാണ് യഥാർത്ഥ ജ്ഞാനം. സ്വയം കണ്ടെത്തുമ്പോഴാണ്, ആ വിദ്യ ചെയ്ത് സ്വയം കണ്ടെത്തുമ്പോഴാണ് അതിൽ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും. നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്.
കണ്ടെത്തുമ്പോഴാണ് നമുക്കത് ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന അനുഭവം മാർക്കണ്ഡേയൻ്റെ വിശ്വാസം പോലെ ആയിരിക്കും. മരണത്തിലും ആ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകും. മാർക്കണ്ഡേയൻ മരണത്തിൽ പോലും ശിവനെ വിശ്വസിച്ചതാണ്. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ സ്വയം ബോധ്യപ്പെടണം, സ്വയം കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് പല കാര്യങ്ങളും നമ്മളോട് കുറേയൊക്കെ വിവരിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഒരു മന്ത്രജപമാണെങ്കിൽ പോലും അത് നിങ്ങൾ ജപിച്ച് അതിന് ശക്തി മനസ്സിലാക്കിക്കൊള്ളുക. ആ മന്ത്രത്തിന് ഇന്ന കഴിവുകളുണ്ട്. ബാക്കി കാര്യങ്ങൾ ആ പറഞ്ഞതിന് അപ്പുറത്തെ ശക്തിയാണ് മന്ത്രത്തിന്. പക്ഷെ നിങ്ങൾ ബാക്കി അത് അനുഷ്ഠിച്ച് വ്രതമനുഷ്ഠിച്ച് അല്ലെ ജപിച്ച് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അങ്ങനെ അറിയുന്നവരാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത്, ഈശ്വരനെ അറിയുന്നത്. അപ്പോൾ ഞാൻ എന്നാലാകുന്ന രീതിയിൽ ഓരോ കാര്യവും ക്ലിയർ കട്ടായിട്ട് വ്യക്തമായിട്ട് കാര്യകാരണ സഹിതം സസൂക്ഷ്മമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിലും വിശദമായിട്ട് പറയാൻ എനിക്ക് സാധിക്കത്തില്ല. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാം മഹത്തരമായ കാര്യങ്ങളാണ്. ഈശ്വരനെ എല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ ഉള്ളിലാണ് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങേണ്ടത്. നിങ്ങളുടെ ഉള്ളിലാണ് എല്ലാ മാറ്റവും ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ചുറ്റിലും മാറ്റം ഉണ്ടാകുന്നത്. ഉള്ളിൽ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത്. അപ്പോൾ ഉള്ളിൽ ഈശ്വരനെ അറിയുക, ഉള്ളിൽ സന്തോഷത്തോടെ ഇരിക്കുക, പഴയ കാലങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കാതിരിക്കുക, ഓരോ നിമിഷവും അനുഭവിക്കുക, സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താതിരിക്കുക. സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ തന്നെ കർമ്മദോഷങ്ങളെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, നമ്മുടെ തന്നെ പ്രവർത്തികളെയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അത് അങ്ങനെ കുറ്റപ്പെടുത്തും തോറും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. സ്വയം കുറ്റപ്പെടുത്താതിരുന്നാൽ മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താൻ തോന്നത്തില്ല. മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താതിരിക്കുക. അപ്പം സ്വയം ഉള്ളിൽ ഈശ്വരബോധം ഉണ്ടായി വരും. അങ്ങനെ സന്തോഷമായിരിക്കുക, പഴയ കാര്യങ്ങളെ ആലോചിച്ച് വിഷമിക്കാതിരിക്കുക, ഈശ്വരനെ സ്വയം അറിയുക. ഈ ഒരു കാര്യം ഒരു സമയം ശ്രദ്ധയോടുകൂടി ചെയ്യുക. അത് പ്രാർത്ഥനയാണേലും വഴിപാടാണേലും എന്താണേലും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.